ആർ സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് ഇടതുമുന്നണി കൗൺസിലേഴ്സ് മേയറുടെ ഓഫീസിന് മുന്നിൽ ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ്. അലക്സറ മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങളുമായുണ്ട്. അലക്സ്, ഇപ്പോൾ ആർ സുഗതന്റെ കാര്യത്തിൽ ആർ സുഗതൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ തന്നെ ഇടതുമുന്നണി LDF കൗൺസിലർമാർ രംഗത്തുണ്ട്. അവർ ഇപ്പോൾ മേയറുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അലക്സ്, എന്താണ് വിവരങ്ങൾ? GK തിരുവനന്തപുരം കോർപ്പറേഷനിൽ വാഴോട്ടുകോണം വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട BJP കൗൺസിലറാണ് ആർ സുഗതൻ. സുഗതനെതിരെ 2023 തന്നെ കാപ്പ കേസുണ്ടായിരുന്നു. ആ കാപ്പ കേസ് നിലനിൽക്കെയാണ് ആർ സുഗതനെ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചതും ആർ സുഗതൻ വാഴോട്ടുകോണത്ത് നിന്ന് ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടതും. അതിനുശേഷം ഈ വർഷം മെയ്യിൽ കളക്ടർ സുഗതനെതിരെ കാപ്പ ഇഷ്യൂ ചെയ്തിരുന്നു. അതിനു പിന്നാലെയാണ് LDF സുഗതനെ ഈ കൗൺസിലിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരം ശക്തിപ്പെടുത്താൻ തീരുമാനിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി നഗരസഭാ കവാടത്തിന് മുന്നിൽ LDFന്റെ റിലേ സത്യാഗ്രഹ സമരം സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് നടക്കുകയാണ്. അതിനിടയിലാണ് ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു വിധി വരുന്നത്. അതായത് ദേവി ദേവന്മാരുടെ പേരിലും ബലിദാനികളുടെ അടക്കമുള്ള പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത 20 BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കിക്കൊണ്ടായിരുന്നു ഹൈക്കോടതി ഇടപെടലുണ്ടായത്. 4 ആഴ്ചയ്ക്കുള്ളിൽ ഈ പുനഃപ്രതിജ്ഞ നടക്കണം, ഈ 20 കൗൺസിലർമാരുടെ പുനഃപ്രതിജ്ഞ നടക്കണമെന്നായിരുന്നു ഹൈക്കോടതി വിധി. പക്ഷേ വളരെ തിടുക്കപ്പെട്ട് തന്നെ 19 കൗൺസിലർമാരുടെ പുനഃപ്രതിജ്ഞ ഇന്നലെ വൈകുന്നേരം 4:30 മണിയോടുകൂടി തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോൺഫറൻസ് ഹാളിൽ ആ സത്യപ്രതിജ്ഞ നടന്നു. ആ 20 കൗൺസിലർമാരിൽ പിന്നീട് സത്യപ്രതിജ്ഞ ചെയ്യാൻ അവശേഷിക്കുന്നത് ആർ സുഗതനാണ്. ആർ സുഗതൻ നിലവിൽ കാപ്പ കേസിൽപ്പെട്ട് വെയ്യൂർ സെൻട്രൽ ജയിൽ തടവിലാണ്. അതിനു പിന്നാലെയാണ് LDF വീണ്ടും സമരം കടുപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് വന്നത്. അതായത് തുടർന്ന് വന്ന സമരം വീണ്ടും കടുപ്പിക്കുകയാണ്. ഇന്ന് അതിന്റെ ഭാഗമായി മേയറുടെ ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിക്കുകയാണ് LDF കൗൺസിലർമാർ. നേരത്തെ മുൻ മന്ത്രി V ശിവൻകുട്ടി, അതുപോലെ CPIMന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V ജോയ് അടക്കമുള്ളവർ ഈ സമരത്തെ അഭിസംബോധന ചെയ്യാൻ ഇവിടെ എത്തിയിരുന്നു. ഇപ്പോൾ മുൻ മേയർ K ശ്രീകുമാർ, ഒപ്പം LDFന്റെ ഈ കൗൺസിൽ കക്ഷി നേതാവ് SP ദീപക് അടക്കമുള്ള കൗൺസിലർമാർ ഇവിടെ പ്രതിഷേധിക്കുകയാണ്. അവർ ധർണാ സമരമായി മുന്നോട്ട് പോവുകയാണ്. അവർ ആർ സുഗതന്റെ രാജി ആവശ്യപ്പെട്ടാണ് ഈ സമരം നടത്തുന്നത്. രാജി വെപ്പിച്ചില്ല എങ്കിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് LDF ഈ സമരത്തെ കൊണ്ടുപോകുമെന്നാണ് അവർ പറയുന്നത്. ഇതിൽ പ്രധാനമായി 29-ാം തീയതി കൗൺസിൽ വിളിച്ചിട്ടുണ്ട്. അതായത് തുടർച്ചയായി 3 കൗൺസിൽ പങ്കെടുത്തില്ല എങ്കിലോ അല്ലെങ്കിൽ അതിനുള്ള കാരണം വ്യക്തമാക്കിയില്ല എങ്കിലോ സ്വാഭാവികമായി ഒരു കൗൺസിലർ അയോഗ്യനാക്കപ്പെട്ടേക്കാം. കഴിഞ്ഞ 2 കൗൺസിലിൽ സുഗതൻ പങ്കെടുത്തില്ല എന്നാണ് LDFും UDFും ഒരുപോലെ പറയുന്നത്. പക്ഷേ മേയർ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വിശദീകരിച്ചത് മെയ് മാസത്തിൽ നടന്ന കൗൺസിലിൽ മാത്രമാണ് ആർ സുഗതൻ പങ്കെടുക്കാത്തത്. ഏപ്രിലിൽ നടന്ന കൗൺസിലിൽ സുഗതൻ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. പക്ഷേ LDF ആരോപിക്കുന്നത് ഈ കൗൺസിൽ വിളിക്കാൻ നീട്ടിക്കൊണ്ടു പോകുന്നത് സുഗതനെ സംരക്ഷിക്കാനാണ് എന്നൊരു ആരോപണം അവർ ഉന്നയിക്കുന്നു. മേയർ പറയുന്നത് കഴിഞ്ഞ മാസം നടന്ന കൗൺസിലിൽ അദ്ദേഹം പങ്കെടുത്തു എന്നാണ്. അതായത് ഒരു കൗൺസിൽ മാത്രമാണ് സുഗതൻ പങ്കെടുക്കാത്തതെന്നും പറയുന്നു. എന്താണെങ്കിലും സുഗതനെ രക്ഷിച്ചെടുക്കാനുള്ള സംരക്ഷിക്കാനുള്ള നടപടികൾ ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇന്നിപ്പോൾ ഈ കാപ്പ ഉപദേശക സമിതിയെ നഗരസഭാ കൗൺസിൽ ഭരണസമിതി സമീപിച്ചിട്ടുണ്ട്. അത് ഈ ആർ സുഗതന്റെ കാപ്പ ലഘൂകരിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾക്കാണ് ഈ കാപ്പ ഉപദേശക സമിതിയെ സമീപിച്ചിരിക്കുന്നത്. പ്രധാനമായി ഈ കാപ്പ ചുമത്തപ്പെടേണ്ട ഒഫൻസുകൾ ആർ സുഗതൻ ചെയ്തില്ല എന്നാണ് ഭരണസമിതി വിലയിരുത്തുന്നതും അവർ ഈ കാപ്പ ഉപദേശക സമിതി അറിയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.